ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ പത്തിരി റെഡിയാക്കി എടുക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ, മാവൊന്നും കുഴച്ചെടുക്കാതെയാണ് നമ്മൾ ഈ പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരി റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടാണ്, നമ്മൾ കുഴച്ചെടുത്തിട്ടൊക്കെയാണ് നമ്മൾ പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ, മാവൊന്നും കുഴച്ചെടുക്കാതെ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നെയ്സ് പത്തിരി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ പത്തിരി റെഡിയാക്കി എടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റുള്ള പത്തിരി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് ചോറും കൂടെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറും അരിപ്പൊടിയും കൂടെ മിക്സാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മൾ മാവ് കുഴച്ചെടുത്തതുപോലെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചായിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നിർത്തിയിട്ട് വേണം നമ്മളിതുപോലെ ക്രഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുഴുവനായിട്ടും നമ്മളിപ്പോൾ അതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാതും കൂടെ ഒന്ന് ഒരുമിച്ചിട്ട് അങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ അങ്ങ് ഒരുമിച്ച് പിടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ വേറെ ഇനി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണേന് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി പ്രസ് എടുത്തിട്ട് ഇതിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ മാവും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതങ്ങ് പ്രസ് ചെയ്തെടുക്കാം. ഇനി പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പൊടിയിൽ മുക്കിയെടുത്തിട്ട് ഇതുപോലെ അങ്ങ് തട്ടിക്കൊടുക്കാം. നമ്മൾ സാധാ പത്തിരി റെഡിയാക്കുന്നത് പോലെ തന്നെ പൊടിയിൽ മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് തട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ പത്തിരി പ്രസ്സിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പൊടിയിലൊന്ന് തട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഓരോ പത്തിരിയും എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കാം. നല്ലതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ നമുക്ക് കിട്ടും. നല്ലതുപോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ എല്ലാ പത്തിരിയും നമുക്കിതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് റെഡിയാക്കാനും സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.